നമസ്കാരം. മലയാളിക്ക് സുപരിചിതനായ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. പലപ്പോഴും നടി മഞ്ജു വാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. ചോല, എസ് ദുർഗ, കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് ഇദ്ദേഹം. കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യരായിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജു വാര്യരെക്കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. മഞ്ജു വാര്യരോട് തനിക്ക് പ്രണയമാണെന്ന് മുൻപ് സംവിധായകൻ സനൽകുമാർ പറഞ്ഞിരുന്നു. മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണി ഉള്ളതിനാലാണെന്നായിരുന്നു സനൽകുമാർ ആരോപിച്ചത്. ഇത് സംബന്ധിച്ച് നിരന്തരം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചതോടെ മഞ്ജു സനലിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തന്നെ പുറകെ നടന്ന് പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടി കേസ് കൊടുത്തത്. പരാതിയിൽ പോലീസ് സനലിനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. ഇപ്പോഴത്തെ വീണ്ടും ചർച്ചകൾക്ക് വഴി തുറന്ന് പുതിയ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ. സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു. തീയാട്ടത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലേക്ക് കടന്ന സമയത്താണ് മഞ്ജു വാര്യരുടെ മാനേജർ എന്ന് അറിയപ്പെടുന്ന ബിനീഷ് ചന്ദ്രൻ ഒരു ആട്ടിൻ തോലണിഞ്ഞ ചെന്നായാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കയറ്റം സിനിമയുടെ വിതരണം നടക്കാത്തതിൽ അയാൾക്ക് പങ്കുണ്ടെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നുവെങ്കിലും മഞ്ജു വാര്യരുടെ താല്പര്യക്കുറവാണ് പ്രധാന കാരണമെന്ന് ഞാൻ കരുതി. മഞ്ജു വാര്യരും ടോവിനോ തോമസും നിർമ്മാണ പങ്കാളികളായി വരുന്ന രീതിയിൽ സെഞ്ചുറി പിക്ചേഴ്സ് നിർമ്മിക്കുന്ന സിനിമയായാണ് തീയാട്ടം പ്ലാൻ ചെയ്തിരുന്നത്. മഞ്ജു വാര്യർ നിർമ്മാണ പങ്കാളിയായതോടെ ബിനീഷ് ചന്ദ്രൻ എന്ന ക്രിമിനലിന് അതിൽ കൂടുതൽ ഇടപെടാനുള്ള അവസരമുണ്ടായി. അഭിനേതാക്കളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അയാൾക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാനുള്ള ശ്രമം തുടങ്ങിയതോടെ ഞാൻ ശ്രദ്ധാലുവായി. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി ടോവിനോ, മഞ്ജു, മുരളി ഗോപി, സുധീർ കരമന എന്നിവരെയായിരുന്നു കണ്ടിരുന്നത്. എല്ലാവരോടും ഞാൻ തന്നെയാണ് സംസാരിച്ചതും തിരക്കഥ ഇമെയിൽ വഴി അയച്ചു കൊടുത്തതും. നിർമ്മാണ പങ്കാളിയുടെ മാനേജർ എന്ന അവസരം മുതലെടുത്തുകൊണ്ട് ബിനീഷ് ചന്ദ്രൻ സുധീർ കരമനയ്ക്ക് പകരം തനിക്ക് താല്പര്യമുള്ള അശ്വിൻ എന്ന നടനെ പ്രതിഷ്ഠിക്കാൻ ശ്രമം തുടങ്ങി. അരുൺ സോളിന് ഞാൻ കണ്ടുവച്ച വേഷത്തിനും അയാൾ ഒരു സിൽബന്തിയെ നിർദ്ദേശിച്ചു. ഞാനത് നിരസിച്ചു. സുധീർ കരമന എന്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമായ പരോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധവുമുണ്ട്. ഒരു ദിവസം സുധീർ കരമന എന്നെ അസ്വസ്ഥതയോടെ വിളിച്ചു. ബിനീഷ് ചന്ദ്രൻ തന്നോട് 2 ലക്ഷം രൂപയാണ് പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നതെന്നും ആ തുകയ്ക്ക് അഭിനയിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. പ്രതിഫലത്തിന്റെ കാര്യം സംസാരിക്കാൻ ആരും അയാളെ ഏർപ്പെടുത്തിയിരുന്നില്ല. ബിനീഷ് ചന്ദ്രനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ അങ്ങുമിങ്ങും തൊടാതെ സംസാരിക്കാൻ തുടങ്ങി. ഇയാൾ ഒരു മാനിപ്പുലേറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. അയാളോടൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ മഞ്ജു വാര്യരെ വിളിച്ചു പറഞ്ഞു. അയാളില്ലാതെ സിനിമ ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ മഞ്ജു വാര്യർ 2 ദിവസത്തിനകം സിനിമയിൽ നിന്ന് പിന്മാറി. മറ്റൊരു നടിയെ കണ്ടെത്തി സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും പറഞ്ഞെങ്കിലും ഞാൻ ശ്രമിച്ചു. എങ്കിലും അത് നടന്നില്ല. അങ്ങനെയാണ് ആ സിനിമ ഉപേക്ഷിക്കുകയും ടോവിനോയെ നായകനാക്കി വഴക്ക് നിർമ്മിക്കുകയും ചെയ്തത്. 2018 കയറ്റം സിനിമയുടെ ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബിനീഷ് ചന്ദ്രൻ ആദ്യമായി അവതരിക്കുന്നത്. അയാൾ ഒരു മുഖംമൂടിയിട്ട ക്രിമിനലാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഏറെ വൈകി. അയാൾ പക്ഷേ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമല്ല. അയാൾക്ക് പിന്നിൽ കൂടുതൽ പിടിപാടുള്ള ആളുകളുണ്ട് എന്നറിയാമെങ്കിലും വ്യക്തതയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 2019 മുതൽ എനിക്കെതിരെ നടക്കുന്ന ഉപജാപങ്ങളെയും കൊലപാതക പദ്ധതികളെയും കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് മഞ്ജു വാര്യർ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ സങ്കീർണവും അപകടകരവും ആയതിനാലാണ് മഞ്ജു മൗനം പാലിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഇതൊക്കെ മഞ്ജു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തമ്മിൽ കാണാനുള്ള എല്ലാ ശ്രമങ്ങളെയും കരുതലോടെ തടയുന്നതും എന്റെ ഫോണുകളും ഇമെയിലുകളും എല്ലാം ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ പോലും അതൊന്നും ഒരു പൊതുചർച്ച ആവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതും മഞ്ജു വാര്യർ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സാഹചര്യം ഒഴിവാക്കാനാണ്. മഞ്ജു വാര്യരുടെ ജീവൻ ഭീഷണിയിലാണ് എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോഴും എന്റെ ജീവൻ അപായപ്പെടും എന്ന ഭയമാണ് മഞ്ജു വാര്യർക്കുള്ളതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. തീയാട്ടത്തിന്റെ കഥ മോഷ്ടിച്ചാണ് തുടരും എന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ അട്ടഹസിച്ചും അപഹസിച്ചും അത് മറുപടി അർഹിക്കാത്ത ജൽപ്പനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നിഷ്കളങ്കമല്ല. എന്റെ തിരക്കഥ ആ സിനിമയുടെ ടീമിലുണ്ടായിരുന്ന 30 പേരെങ്കിലും വായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ പറയുന്നത് മനസ്സിലാവുകയും ചെയ്യും. മഞ്ജു വാര്യർ തന്റെ മൗനം കൊണ്ട് എനിക്ക് സമ്മാനിച്ചിരിക്കുന്ന ആറാട്ടണ്ണൻ പദവി കാരണം ആരും മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ. തീയാട്ടം എങ്ങനെ തുടരുമായും എന്നതും മഞ്ജു വാര്യർക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കൊല്ലപ്പെടുമെന്ന ഭീതി കൊണ്ടോ മറ്റു മനുഷ്യരുടെ ജീവൻ അപകടത്തിലാവുമെന്ന ഭീതി കൊണ്ടോ മഞ്ജു വാര്യർ തുടരുന്ന മൗനം എനിക്ക് ഞാൻ അർഹിക്കാത്ത ഒരു കുടുസ് ജീവിതം സമ്മാനിച്ചിരിക്കുന്നു. മലയാള സിനിമയെ മുൻനിർത്തി നക്ഷത്രവേശികളെ സൃഷ്ടിച്ച് തടിച്ചു കൊഴുക്കുന്ന സിനിമയുടെ മായവലയിൽ പെടുത്തി പെൺകുട്ടികളുടെ ജീവിതങ്ങൾ തകർത്തെറിയുന്ന ഒരു ക്രിമിനൽ സംഘത്തിന് കൂട്ടുനിൽക്കുകയാണ് ആ മൗനത്തിലൂടെ അവർ ചെയ്യുന്നത്. ഒരു കലാകാരി എന്ന നിലയിൽ, വേണ്ട ഒരമ്മയെന്ന നിലയിൽ ചിന്തിച്ചാൽ പോലും എന്ത് സമ്മർദ്ദത്തിന്റെ പേരിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. താൻ മൗനം പാലിച്ചാൽ എല്ലാം സുരക്ഷിതമാണ് എന്നാണ് മഞ്ജു വാര്യർ കരുതിയതെങ്കിൽ തെറ്റി. എന്റെ ജീവന് പിന്നാലെ ഒരു വേട്ട നടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ധാരാളം പേർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയമില്ല. ജീവൻ നിലനിർത്താൻ ഏതൊരു ജീവിയെയും പോലെ ഞാൻ ശ്രദ്ധാലുവാണ് എന്നേ ഉള്ളൂ. എനിക്ക് മഞ്ജു വാര്യരോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഇപ്പോഴുള്ളൂ. മരിക്കാൻ എനിക്കൊരു ഭയവുമില്ല. ജനിച്ചാൽ ഒരിക്കൽ മരിക്കുക തന്നെ വേണം. മൗനം കൊണ്ട് നിങ്ങൾ എന്റെ ജീവിതത്തെ വരിഞ്ഞുകെട്ടി. അത് സാരമില്ല.
ദയവ് ചെയ്ത് എന്റെ മരണത്തെയെങ്കിലും ഒരു ആത്മഹത്യയെന്നോ അപകട മരണമെന്നോ ചുരുക്കി സത്യത്തിന് വേണ്ടിയുള്ള എന്റെ നിലപാടിനെ അവഹേളിക്കാൻ കൂട്ടുനിൽക്കരുത്. സത്യം പറഞ്ഞാൽ കൊല്ലപ്പെടുമെങ്കിൽ അഭിമാനത്തോടെ മരിക്കാൻ എന്നെ അനുവദിക്കണം. ഞാൻ പ്രണയം പറഞ്ഞ് ശല്യം ചെയ്തു എന്ന പേരിൽ എനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് 3 വർഷം കഴിഞ്ഞും വിചാരണയില്ലാതെ തുടരുകയാണ്. ദയവായി വീരത്വം അവസാനിപ്പിക്കുക. ഒന്നുകിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ സത്യം പറയുക. നിങ്ങൾ അടിമ ജീവിതം നയിക്കുന്നതിൽ സംതൃപ്തയാണെങ്കിൽ അങ്ങനെ തുടരുക. അതല്ല, ഇതാണ് യഥാർത്ഥ മഞ്ജു വാര്യരെങ്കിലും അങ്ങനെ തുടരുക. എനിക്ക് പരാതിയില്ല. എന്നെ മാന്യമായി ജീവിക്കാനോ അന്തസ്സോടെ മരിക്കാനോ അനുവദിക്കുക. അതേസമയം സനലിന്റെ ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ കൂടുതലും സനൽ നോർമൽ അല്ലെന്നും അദ്ദേഹത്തിന് ഭ്രാന്താണെന്നുമാണ് കമന്റുകൾ. അതേസമയം നിലവിൽ അമേരിക്കയിലാണ് സനൽ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ജു വാര്യരെ കുറിച്ച് വീണ്ടും പോസ്റ്റുകൾ പങ്കുവെക്കുകയാണ് സനൽ. മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും അവർ തന്നോട് സംസാരിച്ച കോൾ റെക്കോർഡുകൾ പങ്കുവെക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പും സനൽ പങ്കുവച്ചിരുന്നു. എന്നാൽ അതിന് മഞ്ജുവിന്റെ ശബ്ദമല്ലെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. നടി മഞ്ജു വാര്യരുമായി പ്രണയത്തിലാണെന്നും ചിലർ നടിയുടെ ജീവൻ അപഹരിക്കാൻ നോക്കുകയാണെന്നും ആരോപിച്ചിരുന്നു. പിന്നാലെ എന്തുകൊണ്ടാണ് പരസ്യമായി മഞ്ജു പ്രണയം പറയാത്തതെന്നും അവരുടെ മകളുടെ ജീവന് ഭീഷണിയാണെന്ന് കരുതിയാണ് തന്നോട് സംസാരിക്കുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞത്. മഞ്ജുവിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് ആവർത്തിക്കുകയായിരുന്നു സംവിധായകൻ. സമൂഹം ഒരു തമാശയാണ്, അങ്ങനെയൊന്നും നിലനിൽക്കുന്നു തന്നെയില്ല എന്ന് തോന്നും ചിലപ്പോൾ. എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ 2 മനുഷ്യരാണല്ലോ ഉള്ളത്. അത് ആരുമായിക്കോട്ടെ. ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ളയാളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന് ഭീഷണിയാകുമെന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത്. അതാരാണെന്ന് ബോധ്യമുള്ള സമൂഹം ചോദിക്കണ്ടേ? അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണെന്ന് വാദിച്ചാൽ പോലും അതിന്റെ സത്യാവസ്ഥ തിരക്കി പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതില്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതൊരു പാഴ് സമൂഹമാണ്. ഞാൻ തോൽവി സമ്മതിച്ചു. മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു. ഇപ്പോൾ ഭയവും ആധിയുമാണ്. നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതിയിരിക്കാൻ കഴിയുന്നില്ല. കടലാസ് വഞ്ചി പുഴയിൽ ഒഴുക്കിവിടും പോലെ നിന്റെലേക്ക് എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു. നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ മറ്റെന്താണ് വഴി? എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണം എന്നും പറഞ്ഞാണ് സനൽകുമാർ കുറിപ്പ് അവസാനിപ്പിച്ചത്. അതേസമയം പോസ്റ്റിന് താഴെ സനലിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. മഞ്ജു വാര്യരെ സനൽ സ്റ്റോക്ക് ചെയ്യുകയാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത്. ആ ഓഡിയോ കേട്ടാൽ തന്നെ മഞ്ജുവിന്റെ ശബ്ദമല്ലെന്ന് മനസ്സിലാകുമെന്നും ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നും ചിലർ കുറിച്ചിരുന്നു. ഈ പരിപാടി നിർത്താനാണ് സംവിധായകനോട് ആരാധകർ ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയോട് താങ്കൾക്ക് പ്രണയം തോന്നിയിരിക്കാം. പക്ഷേ അവർക്ക് അങ്ങനെ ഒന്നും തന്നെയില്ലെന്ന് താങ്കൾക്കും അറിവുള്ളതല്ലേ? അതിന്റെ തെളിവല്ലേ താങ്കൾക്കെതിരെ അവർ കൊടുത്ത കേസ്? താങ്കൾ ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നാണ് അവർക്കെതിരെ കളിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ അല്ലാത്ത ഒരു വോയിസ് ക്ലിപ്പ് അവരുടെ തന്നെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീണ്ടും നടപടികൾ വീഴ്ച വരുത്തരുത്. പണ്ട് കേസ് ഉണ്ടായപ്പോൾ താങ്കൾ ഇന്ത്യയിലായിരുന്നു എന്ന് സമാധാനിക്കാം. ഇപ്പോൾ നിങ്ങൾ ഉള്ളത് ലോകഭ്രാന്തനായ ഒരുത്തൻ അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന നാട്ടിലാണ്. അതുകൊണ്ട് അരഭ്രാന്തിന് പ്രത്യേകിച്ചും ഇളവുകളൊന്നും ലഭിക്കില്ല. താങ്കളുടെ ഈ പ്രവൃത്തി കൊണ്ട് സ്വയം കുഴി തോണ്ടാതിരിക്കുക. താങ്കളെ നേരിൽ പരിചയപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഇത്തരം പ്രവൃത്തികൾ ഭൂഷണമല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അവരെ അവരുടെ വഴിക്ക് വിടുക. താങ്കൾ അറിയാവുന്ന പണി തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഒരാൾ സനലിനോട് പറഞ്ഞത്. ഇതിനുള്ള മറുപടിയായി സംവിധായകൻ എത്തിയിരുന്നു. നിങ്ങൾ ഇവിടെ കമന്റ് ഇട്ടതുകൊണ്ട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇതേക്കുറിച്ച് മഞ്ജുവിനോട് സംസാരിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, സംസാരിച്ചു എങ്കിൽ മഞ്ജു ഞാൻ പുറത്തുവിട്ട ശബ്ദരേഖ നിഷേധിച്ചു എങ്കിൽ ഒരു പരസ്യ പ്രസ്താവന നടത്താൻ നിങ്ങൾ ആവശ്യപ്പെട്ടോ? ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ എന്ത് കാര്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആധികാരികതയോടെ എന്ന ഭാവേന നിങ്ങൾ ഈ കമന്റ് എഴുതുന്നത്? സംവിധായകൻ ചോദിക്കുന്നു. താൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആ ഓഡിയോ തന്റേതല്ലെന്ന് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ നിഷേധിക്കാത്തതെന്നാണ് സനൽകുമാർ ചോദിക്കുന്നത്. പത്രസമ്മേളനം നടത്തി ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് എന്താണെന്നും സനൽകുമാർ ചോദിക്കുന്നുണ്ട്.